Hi friends, welcome to Thinking Gap. Thinking Gap in Instructor Grade Electronics in the class like Ningle Swagadam Chino. Apo lecture in Polytechnics in the exam Elam Kadina, Namala Adathur exam lake, Windham Kadanu and Rikiana. Apo number any or la class discuss another. Instructor grade might ബന്ധപ്പെട്ട് വരുന്ന ക്ലാസ്സുകളാണ്. അതിന്റെ സിലബസ് ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രക്ടർ ഗ്രേഡിന്റെ സിലബസ് എന്ന് പറയുന്നത് ഏകദേശം ലെക്ചർ ഇൻ പോളിടെക്നിക്കിന് ഉണ്ടായിരുന്ന സിലബസും അതിന്റെ കൂടെ കുറച്ച് എക്സ്ട്രാ എന്തെങ്കിലും പോർഷൻസേ കാണത്തുള്ളൂ എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇൻസ്ട്രക്ടർ ഗ്രേഡ് നല്ലവണ്ണം പഠിച്ചു തുടങ്ങാൻ നല്ലൊരു പോസ്റ്റാണ്. എഞ്ചിനീയറിംഗ് കോളേജിലെ ഇൻസ്ട്രക്ടർ ഗ്രേഡ് നല്ലൊരു പോസ്റ്റാണ്. അപ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട് ഒരു പോസ്റ്റേ ഉള്ളൂ, അത് നമ്മൾ അതൊന്നും കാര്യമാക്കേണ്ടല്ലോ, ആ ഒരു പോസ്റ്റ് നിങ്ങൾക്കാണെങ്കിലോ. ഓക്കെ, അപ്പോൾ നമ്മൾ അതിലൊന്നും സങ്കടപ്പെടേണ്ട. ചിലപ്പോൾ പോസ്റ്റുകളുടെ എണ്ണം കൂടാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തിങ്കിങ് ഗ്യാപ്പ് ഇന്നു മുതൽ പുതിയ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ഇൻസ്ട്രക്ടർ ഗ്രേഡിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെക്ടിഫയേഴ്സിൻ്റെ ക്ലാസ്സാണ്. നമുക്കധികം സമയം കളയേണ്ട, ക്ലാസ്സിലേക്ക് പോവാം. So, in today's class we are discussing about rectifiers. So, what do you mean by rectifiers? Whenever there arises the need to convert an AC to DC power, a rectifier circuit comes for the rescue. Okay, AC to DC power rectifier. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് റെക്ടിഫയർ സർക്യൂട്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ there are mainly two types of rectifier circuit depending upon their output. ഔട്ട്പുട്ടിൻ്റെ ബേസിലാണ് രണ്ട് ടൈപ്പ് ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹാഫ് വേവ് റെക്ടിഫയർ ആൻഡ് സെക്കൻഡ് വൺ ഫുൾ വേവ് റെക്ടിഫയർ. സോ ഹാഫ് വേവ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, അതിൻ്റെ നെയിം സജസ്റ്റ് ഇറ്റ് സെൽഫ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ റെക്ടിഫിക്കേഷൻ ഈസ് ഡൺ ഓൺലി ഫോർ ഹാഫ് ഓഫ് ദ സൈക്കിൾ. ഹാഫ് ഓഫ് ദ സൈക്കിളിൽ മാത്രമേ റെക്ടിഫിക്കേഷൻ നടക്കുകയുള്ളൂ. The AC signal is given through an input transformer which steps up or down according to the usage. Mostly a step down transformer is used in rectifier circuit. Mostly a step down transformer ആണ് ഒരു റെക്ടിഫയർ സർക്യൂട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ so as to reduce the input voltage. അതുപോലെ തന്നെ ദ ഔട്ട്പുട്ട് ഫ്രം ദ ട്രാൻസ്ഫോമർ ഈസ് ഗിവൺ ടു ഡയോഡ് വിച്ച് ആക്ട് ആസ് എ റെക്ടിഫയർ. അപ്പോൾ ഔട്ട്പുട്ട് ഫ്രം ദ ട്രാൻസ്ഫോമർ ഈസ് ഗിവൺ ടു ദ ഡയോഡ്. അപ്പോൾ അതെന്തായിട്ട് ആക്ട് ചെയ്യും? ആക്ട് ആസ് എ റെക്ടിഫയർ. അപ്പോൾ ദിസ് ഡയോഡ് ഗെറ്റ് ഓൺ conducts for positive half cycle of input signal, hence a current flows in the circuit and there will be a voltage drop across the load resistor. ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി അതുപോലെ തന്നെ ഡയോഡ് ഓഫ് ആകുമ്പോൾ ഡസ് ഇറ്റ് കണ്ടക്ട് ഫോർ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആൻഡ് ഹെൻസ് ദ ഔട്ട്പുട്ട് ഫോർ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വിൽ ബി 0. ഓക്കെ, ഇനി അടുത്തതായിട്ട് എ ലോഡ് റെസിസ്റ്റർ ഈസ് കണക്റ്റഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ സർക്യൂട്ട്. അപ്പോൾ അതിൻ്റെ എൻഡിൽ നമ്മൾ കണക്ട് ചെയ്യുന്നത് ഒരു ലോഡ് റെസിസ്റ്റർ ആയിരിക്കും. ഇനി നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഔട്ട്പുട്ട് ഓഫ് എ ഹാഫ് വേവ് റെക്ടിഫയർ ഈസ് പൾസേറ്റിംഗ് ഡി സി. അപ്പോൾ അതിൻ്റെ ഇൻപുട്ട് വേവ് ഫോം കാണിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ വി ഡി സി ഈസ് ഈക്വൽ ടു വി എം ഡിവൈഡഡ് ബൈ പൈ. വി ഡി സി ഈക്വൽ ടു വി എം ഡിവൈഡഡ് ബൈ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.318 വി എം. അതുപോലെ തന്നെ വി ആർ എം എസ് ഇസ് ഈക്വൽ ടു വി എം ഡിവൈഡഡ് ബൈ 2. വി ആർ എം എസ് ഇസ് ഈക്വൽ ടു വി എം ഡിവൈഡഡ് ബൈ 2. ഇനി അതേപോലെ റെക്ടിഫയറിൻ്റെ എഫിഷ്യൻസി നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്ടിഫയർ എഫിഷ്യൻസി ഈസ് ഡിഫൈൻഡ് ആസ് ഈറ്റ ഈക്വൽ ടു DC power delivered to the load divided by AC input power from transformer secondary transformerലുള്ള ഇൻപുട്ട് പവർ ആണ് എടുക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു PAC ഡിവൈഡഡ് ബൈ PDC. ഇനി അതുപോലെ അറിഞ്ഞിരിക്കേണ്ട വേറൊരു ഫാക്ടറാണ് റിപ്പിൾ ഫാക്ടർ. റിപ്പിൾ ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ റെക്ടിഫൈഡ് ഔട്ട്പുട്ട് കണ്ടെയ്ൻസ് സം എമൗണ്ട് ഓഫ് AC component present in it in the form of ripples. Okay, the ripple factor gives us the waveness of the rectified output, that is equal to ripple voltage divided by DC voltage, and വീണ്ടും that is equal to RMS value of AC component divided by DC value of wave, that is VR of RMS divided by VDC. Okay, ഇനി അതുപോലെ തന്നെ ripple factor is also defined as IR of IRMS divided by IDC.
as the value of ripple factor present in a half wave rectifier is 1.21. It means that the amount of AC present in the output is 121% of the DC voltage ആയിരിക്കും. 121% of the DC voltage. So percentage regulation is equal to V no load minus V full load divided by V full load into 100. അപ്പോൾ percentage regulation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is equal to V no load minus V full load divided by V full load into 100. Okay, 100%. Next എന്ന് പറയുന്നത് TUF, that is transformer utilization factor. Transformer utilization factor. അപ്പോൾ transformer utilization factor is equal to DC power to be delivered to the load divided by AC rating of the transformer secondary. AC rating of the transformer secondary, that is equal to PDC divided by PAC rated. അപ്പോൾ transformer utilization factor is equal to DC power to be delivered to the load divided by AC rating of the transformer secondary, that is again equal to PDC divided by PAC rated. അപ്പോൾ TUF, that is transformer utilization factor is equal to 0.287 ആയിരിക്കും. 0.287. നെക്സ്റ്റ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. എന്താണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്? പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് മീൻസ് ദ മാക്സിമം ഇൻവേഴ്സ് വോൾട്ടേജ് ദാറ്റ് ദ ഡയോഡ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് വിത്തൗട്ട് ബീയിങ് ഡിസ്ട്രോയിഡ് ഈസ് കോൾഡ് ആസ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. അപ്പോൾ മാക്സിമം ഇൻവേഴ്സ് വോൾട്ടേജ് ദാറ്റ് ദ ഡയോഡ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് വിത്തൗട്ട് ബീയിങ് ഡിസ്ട്രോയിഡ് ചെയ്യപ്പെടാതെ എത്രമാത്രം മാക്സിമം ഇൻവേഴ്സ് വോൾട്ടേജ് ആ ഡയോഡിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമോ അതിനെയാണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് നത്തിങ് ബട്ട് VM. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല, ജസ്റ്റ് VM. നെക്സ്റ്റ് ഈസ് ഫോം ഫാക്ടർ. ഫോം ഫാക്ടർ F is equal to RMS value divided by average value. RMS value divided by average value. അപ്പോൾ RMS value that is equal to IM divided by 2. അതുപോലെ തന്നെ ആവറേജ് വാല്യൂ is equal to IM divided by pi. സോ നമ്മളത് ചെയ്യുമ്പോൾ 0.5 IM divided by 0.318 IM again equal to 1.57. ഓക്കെ, അപ്പോൾ ഫോം ഫാക്ടർ F is equal to RMS value divided by average value എന്ന് പറയുന്നത് 1.57. അടുത്തത് അതുപോലെ തന്നെ പീക്ക് ഫാക്ടർ. പീക്ക് ഫാക്ടർ is equal to പീക്ക് വാല്യൂ divided by RMS വാല്യൂ. നേരത്തെ നമ്മൾ പറഞ്ഞത് ഫോം ഫാക്ടർ. ഫോം ഫാക്ടർ is equal to RMS വാല്യൂ ബൈ ആവറേജ്. പീക്ക് ഫാക്ടർ എന്ന് പറയുമ്പോൾ പീക്ക് വാല്യൂ ഡിവൈഡഡ് ബൈ RMS ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു VM ഡിവൈഡഡ് ബൈ VM by 2, ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ 2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി വരുന്ന ക്ലാസ്സിൽ ഇതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.